ബോച്ചയുടെ ടീ കൂപ്പൺ വിറ്റവരെയൊക്കെ പിടിച്ച് കേസെടുക്കാനുള്ള കാരണം നിയമപരമായി അത് ചെയ്യാനുള്ള അവകാശം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനാണ്. അതായത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് KSRTCക്ക് മാത്രം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന റൂട്ടുകളുണ്ട്. അതിൽ പ്രൈവറ്റ് ബസ്സിന് ഓടാൻ പറ്റില്ല, റൂട്ട് അനുവദിച്ചു കൊടുക്കില്ല. മനസ്സിലായോ? അവർക്ക് റൂട്ട് കൊടുക്കില്ല. അതാണ് അങ്ങനെയുള്ള റൂട്ടുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ഇത്തരം സമ്മാന പദ്ധതികൾ നടപ്പാക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഭാഗ്യക്കുറിക്കാണ്. അങ്ങനെ ഇരിക്കെ ഈ ലക്കി ഡ്രോകൾ എന്ന പേരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പരാതിക്കാരൻ തയ്യാറാവുകയാണെങ്കിൽ ഇത് നിർത്തേണ്ടി വരും. ധാരാളം നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ലക്കി ഡ്രോ വഴി വാഹനങ്ങൾ വിൽക്കുന്നവരുണ്ട്. അതെ, ഓണത്തിനും അല്ലെ ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിനും ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ആരെങ്കിലും ഇതിൻ്റെ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ ഇത് പൂട്ടേണ്ടി വരും. കാരണം വെച്ചാൽ ഇതൊന്നും എന്താ ഒരു സുതാര്യമല്ല. ഒരു ധനസമാഹരണ രീതി എന്നുള്ള രീതിയിലാണ് ആളുകൾ ഈ ഷോപ്പുകളിൽ നടത്തുന്നതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് ചൂഷണം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതിൻ്റെ നിയമവിധേയമായി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതായത് അവർ അവിടെ വാങ്ങുന്ന വസ്തുക്കൾ, അപ്പോൾ 1000 രൂപയുടെ നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു കൂപ്പൺ തരുന്നു. ആ കൂപ്പൺ വിൽക്കുകയല്ല, പണത്തിൽ വിൽക്കുമ്പോഴാണ് അതിൻ്റെ നിയമപ്രശ്നം. ഒരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് വാങ്ങുമ്പോൾ നമുക്കൊരു കൂപ്പൺ തരുന്നു, അത് നിയമവിധേയം. നമ്മളൊരു കൂപ്പൺ പണം കൊണ്ട് വാങ്ങുന്നത് നിയമവിധേയമല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്.